എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആരാണ് നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതായത് ഏത് വ്യക്തിയാണ് നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നത്, ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ആരാണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതുമാത്രമല്ല നമ്മളിന്ന് നോക്കാൻ പോകുന്നത്, ആദ്യം നമുക്ക് നോക്കാം ആ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ് എന്ന്. അതായത് ഈ റീഡിങ്ങിൽ ഞാൻ ആദ്യം പറയുന്ന കാര്യം നിങ്ങളുടെ എനർജിയുമായിരിക്കാം, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ എനർജിയുമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ആയിരിക്കാം. എനിക്ക് എങ്ങനെയാണോ ലഭിക്കുന്നത്, എന്ത് മെസ്സേജാണോ ലഭിക്കുന്നത്, അതായിരിക്കും ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് നോക്കാം ആരാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന്. അതായത് നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്ന ആ ഒരു വ്യക്തി, അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ആരാണെന്നും നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങളും ചിന്തിക്കുന്നുണ്ടോ എന്നും നമ്മളിന്ന് നോക്കുന്നുണ്ട്. അതുപോലെ എന്തുകൊണ്ടാണ് ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നത്, അതായത് അതിൻ്റെ കാരണം എന്താണ് എന്നും നമ്മളിന്ന് നോക്കുന്നുണ്ട്. നിങ്ങളുടെ ക്രഷിന് വേണ്ടിയിട്ടായിക്കോട്ടെ, നിങ്ങളുടെ ലവറിന് വേണ്ടിയിട്ടായിക്കോട്ടെ, നിങ്ങൾക്ക് ഈ റീഡിങ് കാണാവുന്നതാണ്. കൂടുതലായിട്ടും നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നത് നിങ്ങളിപ്പോൾ ആ പേഴ്സണോട് സംസാരിക്കുന്നില്ലെങ്കിലോ, എങ്കിൽ നിങ്ങൾ മുൻപ് സംസാരിച്ചിരുന്നത് പോലെ ഇപ്പോൾ ആ പേഴ്സണോട് സംസാരിക്കുന്നില്ല, അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സംസാരിക്കുന്നുണ്ടാവില്ല. അങ്ങനെയാണെങ്കിലോ, അല്ലെങ്കിൽ ആ വ്യക്തിയോട് നിങ്ങൾ സംസാരിക്കുന്നേ ഇല്ല, നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിലാണ് നിങ്ങൾക്ക് ഈ റീഡിങ് കൂടുതലായിട്ട് റെസനേറ്റ് ആവുക. ഇത് നിങ്ങളുടെ ക്രഷിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങളുടെ ലവറിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഈ റീഡിങ് കാണാവുന്നതാണ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് കണ്ടപ്പോൾ നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ റീഡിങ് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുക, ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിച്ചുകൊണ്ട് റീഡിങ് കാണുക. എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം. ഇതിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്താണോ അത് മാത്രം നിങ്ങൾ എടുക്കുക. റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. എനിക്ക് മനസ്സിലാകുന്നത് മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മിസ് ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ മിസ് ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടായിരിക്കാം. അതായത് നിങ്ങൾ കൊടുക്കുന്ന ഒരു എഫേർട്ടിന് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നില്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അതിനൊരു റിസൾട്ട് ഉണ്ടാവുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ഇത്രമാത്രം എഫേർട്ട് നിങ്ങൾ ആ റിലേഷൻഷിപ്പിന് വേണ്ടി കൊടുത്തിട്ടും ആ ഒരു എഫേർട്ടിന് ഒരു പ്രയോജനം ഇല്ലാത്തതുപോലെ ആയി, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ എഫേർട്ട് വെറുതെ ആയി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഇത്രത്തോളം നിങ്ങൾ ആ റിലേഷൻഷിപ്പിന് വേണ്ടി എഫേർട്ട് ഇട്ടിട്ടും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിട്ടുണ്ടാവില്ല. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അതിലൊരു സ്റ്റെബിലിറ്റി ഉണ്ടായില്ല, അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചു, എന്തുകൊണ്ടത് സംഭവിച്ചു എന്നാലോചിച്ചിട്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിജയം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റെബിലിറ്റി, പക്ഷേ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ഇത് ആ പേഴ്സൻ്റെ എനർജിയുമായിരിക്കാം. അതായത് നിങ്ങളെക്കുറിച്ച് ആരാണോ ചിന്തിക്കുന്നത്, നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്ന ആ വ്യക്തിയുടെ എനർജി ആയിരിക്കാം. അതായത് ഇത് മേ ബി നിങ്ങളുടെ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് ആ പേഴ്സൻ്റെ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ആയിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇത് നിങ്ങളുടെ എനർജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇത് ആ പേഴ്സൻ്റെ എനർജി ആയിക്കോട്ടെ, എന്തായാലും ഇത് നിങ്ങളുടെ എനർജി ആണെങ്കിൽ നിങ്ങൾക്ക് മേ ബി ഇപ്പോൾ ഒരു ചെറിയ വിഷമം ഉണ്ടായിരിക്കാം. ഇപ്പോൾ നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇനി ഇത് നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആ വ്യക്തി, നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്ന ആ വ്യക്തിക്ക് എന്തോ ഒരു വിഷമമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. പക്ഷേ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ്റെ ഒരു എനർജി എനിക്കിവിടെ വളരെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർക്കും ഈ റീഡിങ് കാണാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഈ റീഡിങ് കാണാം, പക്ഷേ കൂടുതലായിട്ടും
ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലവ് റീഡിംഗ് ആണ്. അപ്പോൾ കൂടുതലായിട്ടും ആ ഒരു എനർജി ആയിരിക്കും ലഭിക്കുന്നത്. എങ്കിലും നിങ്ങൾക്ക് കാണണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഈ റീഡിംഗ് എടുത്തപ്പോൾ നിങ്ങൾക്ക് കാണണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കാണാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളോ അല്ലെങ്കിൽ ആ പേഴ്സണോ ഇപ്പോൾ വിഷമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, ആരാണ് ആ വ്യക്തി, നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്ന ആ ഒരു വ്യക്തി ആരാണ് എന്ന് നമുക്ക് നോക്കാം. എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആ വ്യക്തി കാണുന്നത് ആ പേഴ്സൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തിനെ പോലെയാണെന്നല്ല, ആ പേഴ്സൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിട്ടാണ് ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത്. വളരെ സത്യസന്ധരായിട്ടുള്ള, വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. നിങ്ങൾ ആ പേഴ്സണെ കാണുന്നതും അങ്ങനെ തന്നെയാണ്. വളരെ സത്യസന്ധരായിട്ടുള്ള, വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കാം ആ പേഴ്സണെയും നിങ്ങൾ കാണുന്നത്. അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് പോലെ തന്നെ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള, സത്യസന്ധരായിട്ടുള്ള വ്യക്തിയാണ് ആ പേഴ്സൺ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നും ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. പക്ഷേ ഇത്രയും നല്ല സുഹൃത്താണ് നിങ്ങൾ, ഇത്രയും ആ പേഴ്സൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് നിങ്ങളെന്ന് ആ പേഴ്സൺ ചിന്തിക്കുമ്പോഴും ആ പേഴ്സൺ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ ഒരു സൗഹൃദം ഇപ്പോൾ ആ പേഴ്സന് ഇല്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതായത് ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങൾ ആ പേഴ്സൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സൗഹൃദം ഇപ്പോൾ നിങ്ങൾക്ക് ആ പേഴ്സണോട് ഉണ്ടോ എന്ന് ആ പേഴ്സൺ അറിയില്ല. കാരണം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു വഴക്കുണ്ടായിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ആ ഒരു സൗഹൃദം ആ പേഴ്സണ് നഷ്ടപ്പെട്ടോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ചില സമയത്തെങ്കിലും ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് ഇനി ആ ഒരു സൗഹൃദം പേഴ്സണ് തിരികെ കിട്ടില്ലല്ലോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട്. അതോർത്ത് ആ പേഴ്സൺ വിഷമിക്കാറുമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ മനസ്സിലാകുന്നത് ഇത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ്റെ എനർജി തന്നെയാണ്. അതായത് നിങ്ങളിപ്പോൾ ആ പേഴ്സണോട് സംസാരിക്കുന്നില്ല, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആ വ്യക്തിയോട് നിങ്ങളിപ്പോൾ സംസാരിക്കുന്നുണ്ടാവില്ല. മേ ബി ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം എന്ന് തന്നെയാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ആ പേഴ്സണോട് സംസാരിക്കുന്നുണ്ടാവില്ല. മുൻപ് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിച്ചിരുന്നത് പോലെ നിങ്ങളിപ്പോൾ ആ പേഴ്സണോട് സംസാരിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ അത്രത്തോളം ആ പേഴ്സണോട് നിങ്ങൾ സംസാരിക്കുന്നുണ്ടാവില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മുൻപ് നിങ്ങൾ ആ പേഴ്സണോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം, എപ്പോഴും സംസാരിക്കാറുണ്ടായിരുന്നിരിക്കാം. നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തായതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പേഴ്സണോട് ഒരുപാട് സംസാരിക്കാറുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുന്നില്ല. മേ ബി അത് എന്തുകൊണ്ടാണെന്ന് ആ പേഴ്സൺ അറിയില്ലായിരിക്കാം. മേ ബി നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് മുൻപ് സംസാരിച്ചിരുന്നത് പോലെ നിങ്ങൾ ആ പേഴ്സണോട് ഇപ്പോൾ സംസാരിക്കാത്തത് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ കൂടുതലായിട്ടും എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇതൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് എന്നാണ്. അതായത് ആ ഒരു എനർജി എനിക്ക് വീണ്ടും വീണ്ടും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ സംസാരിക്കുന്നില്ലെങ്കിൽ ഇതൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിക്കാൻ കാരണം ആ പേഴ്സൺ ആണെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ എന്ന വ്യക്തി ആ പേഴ്സൻ്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ശരിക്കും ആ പേഴ്സണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് നിങ്ങളെന്ന വ്യക്തി ആ പേഴ്സണെ എത്രമാത്രം അറിഞ്ഞോ അറിയാതെയോ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെന്ന വ്യക്തി ആ പേഴ്സൻ്റെ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, അല്ലെങ്കിൽ നിങ്ങളെന്ന വ്യക്തി ആ പേഴ്സണ് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് ആ പേഴ്സൺ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. അത് ഓർത്ത് ആ പേഴ്സൺ ഇപ്പോൾ വിഷമിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇത് മനസ്സിലാക്കിയിരുന്നില്ല എങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിക്കില്ലായിരുന്നു എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളുടെ പ്രാധാന്യം ആ പേഴ്സൺ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, നിങ്ങളെന്ന വ്യക്തി ആ പേഴ്സൺ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്, പ്രിയപ്പെട്ടതാണെന്ന് പേഴ്സൺ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിക്കില്ലായിരുന്നു, നിങ്ങൾ ആ പേഴ്സണോട് പിണങ്ങില്ലായിരുന്നു എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ സൗഹൃദം എത്രമാത്രം വിലപ്പെട്ടതാണ്, ആ ഒരു സൗഹൃദം ആ പേഴ്സണ് നഷ്ടപ്പെട്ടു. അതിന് കാരണം ആ പേഴ്സൺ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ആ പേഴ്സൺ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളും ആ പേഴ്സണെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. ആ പേഴ്സണെ സ്നേഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണെ മനസ്സിലാക്കുന്നത് പോലെ
ആ പേഴ്സണെ നിങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ എന്നാണ് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്. ശരിക്കും നിങ്ങളുടെ സ്നേഹം അവർ അർഹിക്കുന്നുണ്ടോ എന്ന് വരെ ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അതായത് ഇത്രത്തോളം ആ പേഴ്സണെ സ്നേഹിച്ചിട്ടും മേ ബി ആ പേഴ്സണെ നിങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ എന്നോർത്തിട്ട് നിങ്ങളുടെ സ്നേഹം അവർക്ക് ലഭിക്കാൻ പാടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം അവർ അർഹിക്കുന്നുണ്ടോ എന്ന് വരെ ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചു പോകുന്നുണ്ട്. കാരണം നിങ്ങളെന്ന വ്യക്തി എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ്റെ ആവശ്യമുണ്ടായിരുന്നോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതായത് ഇത് ആ പേഴ്സണോട് തന്നെ ചോദിക്കുകയാണ്, അല്ലാതെ നിങ്ങളോട് ആ പേഴ്സണ് പിണക്കമൊന്നുമില്ല. ആ പേഴ്സണ് പിണക്കമുണ്ടെങ്കിൽ അത് ആ പേഴ്സണോട് തന്നെയാണ്. കാരണം നിങ്ങളെന്ന വ്യക്തിയെ മനസ്സിലാക്കാൻ ആ പേഴ്സണ് ഇത്രത്തോളം സമയമെടുത്തല്ലോ എന്നോർത്തിട്ട് ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട്. ആ പേഴ്സൺ എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിലോ പിണക്കമുണ്ടെങ്കിലോ, ദേഷ്യമല്ല പിണക്കമുണ്ടെങ്കിൽ പേഴ്സണോട് തന്നെ ആയിരിക്കാം ആ പേഴ്സൺ പിണങ്ങിയിട്ടുണ്ടാവുക. കാരണം നിങ്ങളെ മനസ്സിലാക്കാത്തത് ആ പേഴ്സണാണ്, അത് ആ പേഴ്സൻ്റെ തെറ്റാണ് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ പേഴ്സൺ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതായത് ആ പേഴ്സണ് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, മേ ബി ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കണമെന്ന് ഒത്തിരി ആഗ്രഹിച്ച് അതിന് ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ എന്തുകൊണ്ടോ ആ പേഴ്സണ് സാധിച്ചിട്ടില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. പലപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ എന്തുകൊണ്ടോ ആ പേഴ്സൺ ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങളും ചിന്തിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങളും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നില്ല. അതായത് വളരെ ഇഷ്ടത്തോടു കൂടി, വളരെ സന്തോഷത്തോടു കൂടിയല്ല ആ പേഴ്സണെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. മേ ബി നിങ്ങൾ ആ പേഴ്സണെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. കാരണം ആ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒത്തിരി വിഷമം വരുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. മേ ബി നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾ ആ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിഷമം വരാറുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ഇഷ്ടത്തോടു കൂടി ആയിരിക്കില്ല ആ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ ആ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുന്നില്ല. നിങ്ങൾ ഒരുപാട് ഓവർ തിങ്കിങ് ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ മനസ്സിലാകുന്നത് മേ ബി നിങ്ങൾ ആ പേഴ്സണെ കുറിച്ച് ചിന്തിക്കാതിരിക്കാനായിരിക്കാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ചിലപ്പോഴെങ്കിലും നിങ്ങൾ ആ പേഴ്സണെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് വിഷമം വരാറുണ്ട് എന്നും എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ആ പേഴ്സണെ കുറിച്ച് ഒരുപാട് ചിന്തിക്കാത്തത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. മേ ബി നിങ്ങൾ ആ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഒരുപാട് ആശയക്കുഴപ്പത്തിലായി പോകുന്നുണ്ടായിരിക്കാം. മേ ബി അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ആ പേഴ്സണെ കുറിച്ച് ചിന്തിക്കാത്തത്, അല്ലെങ്കിൽ ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നത്. ചിന്തിക്കാത്തതെന്നല്ല, ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ ആ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന്. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, എങ്കിൽ കൂടി കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇത്രമാത്രം ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴും ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കാരണം എന്താണ്, അല്ലെങ്കിൽ ഇത്രത്തോളം എന്തുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എനിക്ക് പ്രധാനമായിട്ടും മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ആ വ്യക്തിക്ക് എന്ത് കാര്യം ചെയ്യണമെങ്കിലും, അതായത് ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആ പേഴ്സണ് നേടിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് ആ പേഴ്സൻ്റെ കരിയറിലായിക്കോട്ടെ, ആ പേഴ്സൻ്റെ ജീവിതത്തിലായിക്കോട്ടെ, ആ പേഴ്സണ് ഒരുപാട് മുന്നോട്ട് പോകണം. ആ പേഴ്സൻ്റെ കരിയറിൽ ആ പേഴ്സണ് ഒരുപാട് മുന്നോട്ട് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഒരുപാട് ലക്ഷ്യങ്ങളുള്ള ഒരു വ്യക്തിയാണ് ആ പേഴ്സൺ. എനിക്കത് ആദ്യമേ തന്നെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ ഒരു ലക്ഷ്യങ്ങളിലേക്കൊക്കെ എത്തിച്ചേരാനായിട്ട് ആ പേഴ്സണ് ശരിക്കും പറഞ്ഞാൽ അതിനുള്ള കഴിവുണ്ട്. പക്ഷേ ആ പേഴ്സൺ ആ ഒരു കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പേഴ്സണെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണം. ആ പേഴ്സൺ സ്വന്തമായിട്ട് ആ പേഴ്സണെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ എങ്കിൽ പോലും മറ്റൊരാൾ ആ പേഴ്സണെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ, അതായത് ആ പേഴ്സണ് പ്രിയപ്പെട്ട, ആ പേഴ്സണ് വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ആ പേഴ്സണെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ ആ പേഴ്സണ് കുറച്ചുകൂടി എന്താ പറയുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ആ ഒരു മോട്ടിവേഷൻ ആ പേഴ്സണ് കൊടുത്തത് നിങ്ങളാണ്.
അറിഞ്ഞോ അറിയാതെയോ ആ പേഴ്സണെ നിങ്ങൾ വളരെയധികം മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മോട്ടിവേഷനിലൂടെ തന്നെ ആ പേഴ്സൻ്റെ ജീവിതത്തിലും ആ പേഴ്സൻ്റെ കരിയറിലും ഒത്തിരി മുന്നോട്ട് പോയിട്ടുണ്ട്. ആ ഒരു മോട്ടിവേഷൻ ആ പേഴ്സന് ഇപ്പോൾ ലഭിക്കുന്നില്ല. അത് കാരണം ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട്. ഈ ഒരു റീഡിങ്ങിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു വിജയം ആ പേഴ്സൻ്റെ കരിയറിൽ ലഭിക്കുന്നില്ല. അതിനുവേണ്ടി ആ പേഴ്സൺ ഒത്തിരി എഫേർട്ട് ഇടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുടെ എനർജിയുമായിരിക്കാം, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ എനർജി ആയിരിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അത് കൂടുതലായിട്ടും ആ പേഴ്സൻ്റെ എനർജി ആവാനാണ് സാധ്യത. കാരണം ആ പേഴ്സന് ഇപ്പോൾ ആ പേഴ്സൻ്റെ കരിയറിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്, സക്സസ് ഒക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ആ പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു വിജയമുണ്ട്. ആ ഒരു വിജയം ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ മോട്ടിവേഷൻ ആ പേഴ്സണ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പേഴ്സൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എനിക്ക് മനസ്സിലാവുന്നത് ആ പേഴ്സൺ വിശ്വസിക്കുന്നത് ആ പേഴ്സണെ നിങ്ങളെപ്പോലെ മനസ്സിലാക്കിയ മറ്റൊരാളും ഉണ്ടാവില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ആ പേഴ്സണെ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം, അതായത് ആ പേഴ്സണെ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം, പക്ഷേ നിങ്ങളെപ്പോലെ ആ പേഴ്സണെ മനസ്സിലാക്കാൻ മറ്റാർക്കും സാധിക്കില്ല എന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. അതാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത്. അതായത് ആ പേഴ്സണെ മറ്റാരും മനസ്സിലാക്കില്ല എന്നല്ല, ആ പേഴ്സണെ മനസ്സിലാക്കുന്ന ഒരുപാട് പേര് ആ പേഴ്സൻ്റെ ചുറ്റും ഉണ്ടായിരിക്കാം. പക്ഷേ ആ പേഴ്സണ് വിശ്വാസം നിങ്ങളെയാണ്, അല്ലെങ്കിൽ ആ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾക്ക് മാത്രമേ പേഴ്സണെ ഇത്രത്തോളം മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കൂ, അല്ലെങ്കിൽ ഇത്രത്തോളം മനസ്സിലാക്കാൻ സാധിക്കൂ എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. ഇത് ആ പേഴ്സൻ്റെ വിശ്വാസമാണ്. അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ആ പേഴ്സൻ്റെ കൂടെ ഉണ്ടായാൽ ആ പേഴ്സൺ ഒത്തിരി സന്തോഷമായിരിക്കും. നിങ്ങൾ ആ പേഴ്സണോടൊന്ന് സംസാരിച്ചാൽ അത് ആ പേഴ്സന് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും. അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. എന്നാണ് ഇനി നിങ്ങളോടൊന്ന് സംസാരിക്കാൻ സാധിക്കുക, എന്നാണ് ഇനി ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ എന്നാണ് മാറുക എന്നൊക്കെ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ആ പേഴ്സണോട് സംസാരിക്കാത്തത് കൊണ്ടാണ്, ആ പേഴ്സണ് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നത് കൊണ്ടാണ്, നിങ്ങൾ ആ പേഴ്സൻ്റെ ജീവിതത്തിൽ അത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് ആ പേഴ്സൺ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അതായത് ആ പേഴ്സൺ നിങ്ങളെ എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ടെന്ന് ആ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. മാത്രമല്ല, നിങ്ങളിപ്പോൾ പഴയതുപോലെ ആ പേഴ്സണോട് സംസാരിക്കുന്നില്ല. അതായത് ആ പേഴ്സണോട് സംസാരിക്കുന്നുണ്ട്, പക്ഷേ പണ്ട് സംസാരിച്ചിരുന്ന അതുപോലെ അത്രത്തോളം നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സംസാരിക്കുന്നേ ഇല്ല, അതായത് ഇപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണ്, അങ്ങനെയാണെങ്കിലോ അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതായത് നിങ്ങൾ മുൻപ് ആ പേഴ്സണോട് സംസാരിച്ചിരുന്ന അത്രത്തോളം സംസാരിക്കാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ അതായത് നിങ്ങളിപ്പോൾ സംസാരിക്കുന്നില്ല, നോ കോൺടാക്ട് സിറ്റുവേഷനിലാണ് എന്നുണ്ടെങ്കിലോ അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതായത് നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ആ പേഴ്സൺ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.